ദൈവത്തിന്റെ അതിമഹത്വമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരെയും ഡെയിലി മന്നിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. 1 ശമൂവേൽ 14 അധ്യായം അതിന്റെ 6 വാക്യത്തിൽ പ്രകാരം എഴുതിയിരിക്കുകയാണ്: അപ്പോൾ യോനാഥാൻ തന്റെ ആയുധവാഹകനായ ബാലനോട്, വരിക, നമുക്ക് ഈ അഗ്രചർമ്മികളുടെ പാളയത്തിലേക്ക് കടന്നു ചെല്ലാം. യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. വളരെ പേരെ കൊണ്ടോ അല്പം പേരെ കൊണ്ടോ രക്ഷ ചെയ്യുവാൻ യഹോവയ്ക്ക് ഒരു തടസ്സവുമില്ല എന്ന് പറഞ്ഞു. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ആഗ്രഹിക്കാത്തവർ ആരുമില്ല. പക്ഷേ ഒരു തെറ്റിദ്ധാരണ പല വിശ്വാസികളുടെയും ജീവിതത്തിലുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം ആദ്യം പ്രവർത്തിക്കട്ടെ, പിന്നെ ഞാൻ ഇറങ്ങാം. ദൈവം ആദ്യം വാതിൽ തുറക്കട്ടെ, പിന്നെ ഞാൻ നടക്കാം. ദൈവം ആദ്യം വഴി കാണിക്കട്ടെ, പിന്നെ ഞാൻ മുന്നോട്ട് പോകാം. ഇങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അനേകരെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ കാണാൻ കഴിയും. പക്ഷേ ബൈബിളിന്റെ ചരിത്രം നോക്കുമ്പോൾ ദൈവം പലപ്പോഴും പ്രവർത്തിച്ച രീതി ഇതായിരുന്നില്ല. വിശ്വാസത്തിന്റെ ആദ്യത്തെ ചുവട് എപ്പോഴും വയ്ക്കുന്നത് മനുഷ്യൻ തന്നെയാണ്. അതിനുശേഷമാണ് ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ശൗൽ രാജാവുണ്ട്. ആ രാജാവിന്റെ കാലം ഫെലിസ്ത്യർ ഇസ്രായേലിനെ ശക്തമായി അമർത്തിയിരുന്ന സമയം. അവരുടെ സൈന്യത്തെക്കുറിച്ച് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഭീകരത മനസ്സിലാകും. 30,000 രഥങ്ങളുണ്ട്, 6,000 കുതിരച്ചേവകർ, കടൽ തീരത്തെ മണൽ പോലെ എണ്ണമറ്റ പട്ടാളം. ഇസ്രായേലിന്റെ അവസ്ഥ അതിന് നേരെ എത്ര ദയനീയമായിരുന്നു നിങ്ങൾക്കറിയാമോ? ആയുധങ്ങൾ പോലുമില്ല. ഇരുമ്പ് പണിക്കാരെ ഫെലിസ്ത്യർ രാജ്യത്ത് നിന്ന് ഇല്ലാതാക്കി. വാളും കുന്തവും ശൗലിന്റെയും യോനാഥാന്റെയും കൈകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സൈന്യത്തെക്കാൾ വലുതായിരുന്നു അവരുടെ ഭയം എന്ന് പറയുന്നത്. ശൗൽ ഒരു മാതള നാരക മരത്തിന്റെ തണലിൽ ഇരിക്കുകയാണ്. 600 സൈനികരും കൂടെയുണ്ട്. രാജാവുണ്ട്, സൈന്യമുണ്ട്, ആയുധമുണ്ട്. പക്ഷെ മുന്നേറ്റമില്ല. കാരണം ഭയം മനുഷ്യനെ ചലനമില്ലാത്തവനാക്കി. യോനാഥാൻ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ്. ആ സമയത്ത് യോനാഥാൻ എടുത്ത തീരുമാനം, അവൻ സഭ വിളിച്ചു കൂട്ടിയില്ല, യുദ്ധസമിതി ചേർത്തില്ല, ആരോടും അഭിപ്രായം ചോദിച്ചില്ല. ഒരു ആയുധവാഹകനെ മാത്രം വിളിച്ചു, വരിക, അത്രമാത്രം. കാരണം ചില തീരുമാനങ്ങൾ ജനക്കൂട്ടത്തിന്റെ അംഗീകാരത്തിനായി കാത്തിരുന്നാൽ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ഉറപ്പാണ് ചില യാത്രകൾക്ക് തുടക്കമിടുന്നത്. യോനാഥാൻ പറഞ്ഞ ഈ വാക്യം മുഴുവൻ ഈ അധ്യായത്തിന്റെ കേന്ദ്ര വിഷയമാണ്. യഹോവ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവൻ പറഞ്ഞില്ല ഞങ്ങളുടെ പദ്ധതി വിജയിക്കും. അവൻ തന്റെ വാളിലല്ല ആശ്രയിച്ചത്, തന്റെ അനുഭവത്തിൽ ആശ്രയിച്ചില്ല. അവന്റെ പ്രത്യാശ മുഴുവൻ ദൈവത്തിലായിരുന്നു. അതിനുശേഷമാണ് അവൻ പറയുന്നത്, വളരെ പേരെ കൊണ്ടോ അല്പം പേരെ കൊണ്ടോ രക്ഷ ചെയ്യുവാൻ യഹോവയ്ക്ക് ഒരു തടസ്സവുമില്ല. എത്ര ഉറപ്പുള്ള വിശ്വാസമാണ്! മനുഷ്യർ ആദ്യം എണ്ണം നോക്കും, ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. മനുഷ്യർ ഒരു പക്ഷെ ചോദിക്കും എത്ര പേരുണ്ട്. ദൈവം അങ്ങനെയല്ല. ദൈവം ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്ര വിശ്വാസമുണ്ട്. ഇതാണ് ഈ ഭാഗത്തിന്റെ ഏറ്റവും മനോഹരമായ സത്യം എന്ന് പറയുന്നത്. യോനാഥാൻ വചനം പറഞ്ഞ ഉടനെ ഭൂകമ്പം അവിടെ ഉണ്ടായില്ല. ഫെലിസ്ത്യർ ഓടിയില്ല. ആകാശത്തിൽ നിന്ന് തീ ഇറങ്ങിയില്ല. ആദ്യം യോനാഥാൻ ആ മല കയറി പാളയത്തിലേക്ക് കടന്നു. ആദ്യത്തെ പ്രഹരം നടത്തി. അതിനുശേഷമാണ് ദൈവം പാളയത്തിൽ ഭയമുണ്ടാക്കിയത്, ഭൂമി കുലുങ്ങിയത്. ഫെലിസ്ത്യരുടെ മനസ്സ് തകർന്നുപോയി. അവർ പരസ്പരം വാളെടുത്തു. ദൈവം അങ്ങനെ അവരുടെ ഇടയിൽ പ്രവർത്തിക്കുവാനിടയായി. ദൈവം അവിടെ പ്രവർത്തിക്കാതിരുന്നില്ല. ഒരു മനുഷ്യൻ വിശ്വാസത്തോടെ ചുവടുവെക്കാൻ ദൈവം കാത്തിരിക്കുകയായിരുന്നു. ഇന്ന് പലരും ജീവിതത്തിൽ ഈ ഒരു മാതള നാരകത്തിന്റെ തണലിൽ ഇരിക്കുകയാണ്. സമയം വന്നിട്ടില്ല, ആളില്ല, സാഹചര്യം ശരിയല്ല, ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇങ്ങനെ വർഷങ്ങൾ തള്ളി നീക്കി കടന്നു പോവുകയാണ്. പക്ഷെ വിശ്വാസം സാഹചര്യത്തിന്റെ അനുവാദം ഒരിക്കലും ചോദിക്കത്തില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് നടക്കുന്നവർ പരാജിതരായി പോകത്തില്ല. ചിലപ്പോൾ ദൈവം വഴി തുറക്കത്തില്ലായിരിക്കാം. നിങ്ങൾ നടക്കുമ്പോഴാണ് വഴി തുറന്നു വരുന്നത്. ചിലപ്പോൾ അവ തടസ്സം ആദ്യം മാറ്റത്തില്ല. നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് തടസ്സം ദൈവം മാറ്റുന്നത്. കാരണം വിശ്വാസം കാത്തിരിക്കുന്നതല്ല, ദൈവത്തെ ആശ്രയിച്ച് അനുസരണയിൽ നടക്കുന്നതാണ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു ഫെലിസ്ത്യരുടെ പാളയം ഉണ്ടായിരിക്കാം. അതൊരു രോഗമാകാം, അതൊരു കടഭാരമാകാം, അതൊരു കുടുംബ പ്രശ്നമാകാം, ഒരു ശുശ്രൂഷയുടെ വെല്ലുവിളികളാകാം. അതിന്റെ വലിപ്പം നിങ്ങൾ നോക്കരുത്. പ്രശ്നത്തിന്റെ വലിപ്പം നിങ്ങൾ നോക്കരുത്. യുദ്ധത്തിന്റെ വലിപ്പം നിങ്ങൾ നോക്കരുത്. നിങ്ങളോടൊപ്പമുള്ള ആളുകളുടെ എണ്ണം നിങ്ങൾ നോക്കരുത്. നിങ്ങളോടൊപ്പം നടക്കുന്ന ദൈവത്തെ മാത്രം നിങ്ങൾ നോക്കുക. കാരണം വളരെ പേരെ കൊണ്ടോ അല്പം പേരെ കൊണ്ടോ രക്ഷിക്കുവാൻ അവനൊരു തടസ്സവുമില്ല. അതുകൊണ്ട് ഇന്ന് ഭയത്തിലിരിക്കാതെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ച് വിശ്വാസത്തിന്റെ ആദ്യത്തെ ചുവട് നമുക്ക് ഒരുമിച്ച് വയ്ക്കാം. നിങ്ങൾ ആദ്യ ചുവട് വയ്ക്കുമ്പോൾ നിങ്ങളുടെ ശക്തിയാൽ ചെയ്യാൻ കഴിയാത്തത് ദൈവം തന്റെ ശക്തിയാൽ പൂർത്തിയാക്കാൻ കഴിയുന്നത് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിൽ കാണും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ്.